السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله الذي أنعم علينا وهدانا إلى دين الإسلام، وأفضل الصلاة وأتم السلام على سيدنا محمد بدر التمام وعلى آله وأصحابه الكرام. പ്രിയമുള്ള സഹോദരങ്ങളെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടുത്തെ അനുചരന്മാർ അസ്ഹാബുകൾ സ്നേഹിച്ചതുപോലെ ഒരാളും സ്നേഹിച്ചിട്ടില്ല. ഏറ്റവും കൂടുതൽ മഹബത്ത് വെച്ചവർ അവിടുത്തെ അസ്ഹാബ് തന്നെയാണ്. അതെല്ലാം അവരുടെ വാക്കുകളിലും പ്രവൃത്തികളിലും നമുക്ക് കാണാൻ കഴിയും. ഉഹദ് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കാവലായി, തങ്ങൾക്ക് അമ്പ് വരുമോ, തങ്ങളെ നേരക്ക് അമ്പ് വരുമോ എന്ന് കരുതി പരിചയമായി നിന്ന വ്യക്തിയാണ് ബഹുമാനപ്പെട്ട ഖതാദ റളിയല്ലാഹു തആല അൻഹു. എനിക്ക് അമ്പ് കൊണ്ടാലും പ്രശ്നമില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കൊന്നും സംഭവിക്കരുത് എന്ന നിലക്ക് റസൂലുള്ളാഹിൻ്റെ മറയായി നിന്ന് അമ്പ് ഏറ്റുവാങ്ങിയ വ്യക്തിയാണ് ഖതാദ റളിയല്ലാഹു തആല അൻഹു. അമ്പ് വന്ന് തറച്ചത് അവരുടെ കണ്ണിനായിരുന്നു. മഹാനവറുകളാണെങ്കിൽ പുതുതായി വിവാഹം ചെയ്തൊരു വ്യക്തി കൂടിയാണ്. അമ്പെടുത്തപ്പോൾ കണ്ണ് അമ്പോട് കൂടി പറഞ്ഞു പോന്നു. അങ്ങനെ കണ്ണില്ലാത്ത രൂപത്തിൽ ആ പുതുപെണ്ണിനടുക്കെ സമീപിക്കുക എന്നുള്ള കാര്യം വലിയ വിഷമുള്ള കാര്യമല്ലേ. ആ നിലക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, നബിയെ, എൻ്റെ കണ്ണ് പോന്നിരിക്കുകയാണ്, അതുകൊണ്ട് അത് അവിടെ തന്നെ സ്ഥാപിച്ച് എനിക്ക് സ്ഥാപിച്ചു തരണം, കണ്ണെനിക്ക് തിരിച്ചു കിട്ടണം എന്ന നിലക്ക് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കണ്ണെടുത്തുകൊണ്ട് അവിടുത്തെ ഉമനീരും പുരട്ടി അവിടെ യഥാസ്ഥാനത്ത് സ്ഥാപിച്ചു. അങ്ങനെ പരിപൂർണമായ നിലക്ക് മറ്റ് കണ്ണിനൊന്നും ഇല്ലാത്ത രൂപത്തിലുള്ള വിശേഷതയോടുകൂടി ആ കണ്ണുമായിട്ടാണ് ബഹുമാനപ്പെട്ട ഖതാദ റളിയല്ലാഹു തആല അൻഹു ഭാര്യയുടെ അടുത്തേക്ക് പോയത്. അവരുടെ മുദ്രാവാക്യം തന്നെ ഫിദാക ബിഅബീ വ ഉമ്മീ യാ റസൂലല്ലാഹ്. അള്ളാഹിൻ്റെ റസൂലെ, തങ്ങൾക്ക് ദണ്ഡമാണ്, തങ്ങൾക്ക് വേണ്ടി പിതാവിനെയും മാതാവിനെയും സമർപ്പിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ വാക്കുകളായിരുന്നു അവർ സദാസമയവും ഉപയോഗിച്ചിരുന്നത്. ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്നു ദുസ്ന റളിയല്ലാഹു തആല അൻഹുവിനെ ഖുറൈശികൾ ബന്ദിയായി പിടിച്ചു. അങ്ങനെ മഹാനവറുകളെ കൊല്ലാൻ വേണ്ടി ഉദ്ദേശിച്ചപ്പോൾ അന്ന് ശത്രുപക്ഷത്തുണ്ടായിരുന്ന അബൂ സുഫിയാൻ സയ്യിദ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു, സയ്യിദേ, ഈ സമയത്ത് നിൻ്റെ നേതാവായ മുഹമ്മദാണ് നിൻ്റെ സ്ഥാനത്ത്, അവരുടെ കഴുത്ത് ഞങ്ങൾ വെട്ടുക, നീ നിൻ്റെ കുടുംബത്തിന് സുഖമായിട്ട് ഇരിക്കുക, ഇത് നീ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഈ കൊല്ലപ്പെടുന്ന സമയത്ത് ആ കൊലക്കാരൻ്റെ അവിടെ അല്ലെങ്കിൽ ആ വാളിൻ്റെ മുന്നിൽ നിൻ്റെ നേതാവ് ഉണ്ടാവുക, നീ നിൻ്റെ കുടുംബത്തിന് സുഖമായിട്ടിരിക്കുക, ഇത് നീ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മഹാനവറുകൾ പറഞ്ഞത്, വല്ലാഹി മാ ഉഹിബ്ബു അന്ന മുഹമ്മദൻ അല്ലാന ഫീ മക്കാനിഹി ലദീ ഹുവ ഫീഹി തുസീബുഹു ഷൗക്കത്തുൻ തൂദീ. വല്ലാനെ തന്നെ സത്യം, എൻ്റെ നേതാവായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എവിടെയാണോ ഇപ്പോൾ ഉള്ളത്
ആ സ്ഥലത്ത് വെച്ചൊരു മുള്ളു പോലും തറക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഇന്നി ജാലിസുൻ ഫി അഹ്ലി, ഞാൻ എൻ്റെ കുടുംബത്തിലിരിക്കുകയാണ്. അങ്ങനെ ഞാൻ എൻ്റെ കുടുംബത്തിനൊരു പ്രയാസമില്ലാതെ ഇരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എവിടെയാണുള്ളത് അവിടുന്ന് ഒരു മുള്ള് തറക്കുന്നത് പോലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞു. അത്രക്ക് റസൂലുള്ളാഹിന്റെ മഹബത്ത്. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ബഹുമാനപ്പെട്ടവർ അല്ല ഇത് പറഞ്ഞപ്പോൾ ശത്രുവായ അബൂ സുഫിയാൻ പറയാണ്, മാ റഅയ്തു മിനന്നാസി അഹദൻ യുഹിബ്ബു അഹദൻ കഹുബ്ബി അസ്ഹാബി മുഹമ്മദിൻ മുഹമ്മദാ. അബൂ സുഫിയാൻ പറഞ്ഞതെന്താ, ജനങ്ങളിൽ നിന്ന് ഒരാളും ഞാൻ കണ്ടിട്ടില്ല ഒരാളും മറ്റൊരാളെ ഇഷ്ടപ്പെടുന്നതായിട്ട് ഏതുപോലെ മുഹമ്മദിൻ്റെ സഹാബുകൾ മുഹമ്മദ് നബിയെ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കുന്നതായിട്ട്, അവരോട് മഹബത്ത് വെക്കുന്നതായിട്ട് ഞാൻ ഒരാളും കണ്ടിട്ടില്ല എന്ന് ശത്രുപക്ഷത്തുണ്ടായിരുന്ന അബൂ സുഫിയാൻ വരെ സമ്മതിച്ചു പറഞ്ഞത് ഹദീസിലൊക്കെ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതാണ് അവരുടെ മഹബത്ത്. മഹബത്ത് പല രൂപത്തിലാണ്. മഹബത്തിന് പല വേർഷനുകളുമുണ്ട്. മനസ്സിൻ്റെ അകത്തേക്ക് മഹബത്ത് കയറിയാൽ അങ്ങനെ പലതും സംഭവിക്കും. അതൊന്നും അവർക്കൊരു പ്രയാസം ഉണ്ടാവില്ല. അവർ കൊല്ലപ്പെട്ടാലും അള്ളാഹിൻ്റെ റസൂലിന് ഒന്നും സംഭവിക്കരുത് എന്ന ചിന്താഗതിയാണ്. അതല്ലേ മുഅദ്ദിൻ ബിലാൽ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹിന്റെ മുഅദ്ദിനായിട്ട് ജോലി ചെയ്ത ആ ബിലാൽ റളിയല്ലാഹു തആല റസൂലുള്ളാഹി തആല വഫാത്തായപ്പോൾ അങ്ങേയറ്റത്തെ മഹബത്ത് കൽബിനകത്തുള്ളത് കൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഭൂലോകത്തില്ലാത്ത, മദീനത്തെ പള്ളിയിൽ വരാത്ത ആ ഒരവസ്ഥയിൽ ഇനി ഞാൻ മദീനത്ത് നിൽക്കുന്നില്ല എന്ന് പറഞ്ഞ് ടെൻഷൻ അടിച്ചുകൊണ്ട് അവിടുന്ന് ഷാമിലേക്ക് യാത്ര പോയത് ചരിത്രം നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. അതെല്ലാം മഹബത്താണത്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുള്ള മഹബത്ത്. അതൊരു മഹബത്തിൻ്റെ ഭാഗമാണ്. റസൂലുള്ളാഹിൻ്റെ വേർപാടിലുള്ള ആ ദുഃഖം അത് പ്രകടിപ്പിച്ചുകൊണ്ട് അവർ മദീനത്ത് നിൽക്കാൻ തന്നെ അവർക്ക് മനസ്സ് വരുന്നില്ല. മദീനം വിട്ട് ഷാമിലേക്ക് പോയി. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സെയ്ദ് റളിയല്ലാഹു തആല അൻഹു, ആ സെയ്ദ് റളിയല്ലാഹു തആല അൻഹുവിന് അവരുടെ മാനസികാവസ്ഥ മറ്റൊന്നായിരുന്നു. റസൂലുള്ളാഹിന്റെ മഹബത്ത് അങ്ങേയറ്റം ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചത് കൊണ്ട് തന്നെ ഈ റസൂലുള്ളാഹി വഫാത്തായി പോയി, ഇനി റസൂലുള്ളാഹിനിപ്പോൾ ഇവിടെ ഭൂലോകത്ത് ഇവിടെ ഭൂമിൻ്റെ മേലെ കാണാൻ കഴിയില്ലല്ലോ എന്ന നിലക്ക് അവർ ഇതൊരു തീരുമാനം എടുത്തു. എന്താ തീരുമാനം? അള്ളാഹുവിനോട് ദുആ ചെയ്തു, അല്ലാഹുമ്മ ബസരി, അള്ളാഹുവേ എൻ്റെ കാഴ്ച നീ എടുത്തു കളയണേ അല്ലാഹ്. ഇനി എനിക്കിവിടെ ഒന്നും കാണണ്ട, ഈ ദുനിയാവിൻ്റെ അകത്ത് ഈ ഭൂലോകം തന്നെ കാണണ്ട, എൻ്റെ മക്കളെ കാണണ്ട, ഭാര്യനെ കാണണ്ട, ആരും കാണണ്ട. എൻ്റെ കാഴ്ച, എൻ്റെ ഹബീബിനെ കാണാൻ പറ്റാത്തത് കൊണ്ട് ഇനി എനിക്കൊന്നിനും കാണണ്ട എന്നും പറഞ്ഞുകൊണ്ട് കാഴ്ച നീക്കിത്തരണേ എന്ന് പറഞ്ഞ് അള്ളാഹിനോട് ദുആ ചെയ്തു. അങ്ങനെ അള്ളാഹു തആല ദുആ സ്വീകരിച്ചു, അദ്ദേഹത്തെ അന്ധനാക്കി എന്ന് ചരിത്രം പറയുന്നു. ഇതൊക്കെ മഹബത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബത്ത് കൽബിൻ്റെ അകത്ത് എത്ര എത്ര സ്ഥാനം പിടിക്കുന്നോ അതിനനുസരിച്ച് മനുഷ്യൻ്റെ പ്രവർത്തനത്തിലും സ്വഭാവത്തിലും പെരുമാറ്റത്തിലും എല്ലാം മാറ്റങ്ങളുണ്ടാകും. അങ്ങനെയാണ് നമ്മൾ മഹബത്തിനെ മനസ്സിലാക്കേണ്ടത്. മഹബത്ത് എന്ന് പറഞ്ഞാൽ വെറും ഇത്തിബാഅ് മാത്രമല്ല, റസൂലുള്ളാഹി പറഞ്ഞതനുസരിച്ച് ജീവിക്കുക എന്ന് മാത്രമല്ല, അതിൻ്റെ അപ്പുറമുണ്ട് മഹബത്തിൻ്റെ മേഖല. എന്ന് പറഞ്ഞാൽ ഇത്തിബാഅ് നിർബന്ധമായിട്ടും വേണം. റസൂലുള്ളാഹിനെ ഫോളോ ചെയ്യണം, റസൂലുള്ളാഹി പറഞ്ഞതനുസരിക്കണം. അങ്ങനെ അനുസരിച്ചെങ്കിലേ സ്വർഗത്ത് കടക്കുകയുള്ളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്ന, എൻ്റെ എല്ലാ ഉമ്മത്തികളും മുഴുവനും സ്വർഗത്ത് കടക്കും.
ഇല്ലാമൻ അബാ, അതിന് വിലങ്ങുതടിയായവനൊഴികെ. അപ്പോൾ സഹാബത്ത് വെച്ചു, അമൻ യബാ യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂൽ ആരാണ് വിലങ്ങുതടിയാകുന്നത്? അപ്പോഴാണ് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, മൻ അതാഅനീ ദഖലൽ ജന്ന, എനിക്കാരെങ്കിലും അനുസരിച്ചാൽ, എന്നെ ഫോളോ ചെയ്താൽ, ഞാൻ പറഞ്ഞതനുസരിച്ച് ജീവിച്ചാൽ അവൻ സ്വർഗത്ത് കടന്നു. ഒമൻ അസാനി, എനിക്കാരെങ്കിലും എതിര് ചെയ്താൽ, ഞാൻ പറഞ്ഞതിന് എതിര് ചെയ്താൽ, ഫഖദ് അബാ, അവൻ തടസ്സം നിന്നു, അവൻ സ്വർഗത്തിൽ കടക്കാൻ പ്രയാസമുള്ളവരായി മാറും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസിൽ കാണാം. അങ്ങനെ ഒരുപാട് ഹദീസുകളുണ്ട്. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇത്തിബാഅ് മാത്രമാണ് മഹബത്തുള്ളവർ അതാണ് ചെയ്യേണ്ടത്. റബീഉൽ അവ്വൽ ആഘോഷിക്കുക, നബിദിനം ആഘോഷിക്കുക, അതൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞ് വീമ്പളക്കുന്ന ആളുകളുണ്ട്. അവരോട് നമുക്ക് പറയാനുള്ളത്, നമ്മൾക്ക് ഫസ്റ്റ് അത് തന്നെയാണ്, നബിനെ പിൻപറ്റി ജീവിക്കൽ തന്നെയാണ്. അതോടൊപ്പം അവിടുത്തെ ജന്മത്തിൽ സന്തോഷം പ്രകടിപ്പിക്കലും അതുപോലുള്ള മറ്റു സംഗതികളൊക്കെ അതിൻ്റെ ഭാഗമാണ്. അതിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ളൊരു ഇത്തിബാഅ് അല്ല. ഇത്തിബാഅ് വേണം, അതോടൊപ്പം ഈ സംഗതികളൊക്കെ വേണമെന്നാണ് അത്തരക്കാരോട് പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദമായി പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ പറഞ്ഞതിനെയും കേട്ടതിനെയും അല്ലാഹു സാലിഹായ അമലായി കബൂലാക്കട്ടെ. റഹ്മാന റബ്ബേ, ഞങ്ങളുടെ ഹൃദയത്തിൽ എൻ്റെ ഹബീബിനുള്ള മഹബത്ത് വർദ്ധിപ്പിച്ചു തരണേ അല്ലാഹ്. അത് കാരണമായി ഞങ്ങളെ ഈമാനും വർദ്ധിപ്പിക്കണേ അല്ലാഹ്. ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും ആഫിയത്തോടെ ദീർഘായുസിൻ്റെ പൊരുത്തത്തിലായി നൽകണേ അല്ലാഹ്. അവർക്കും ഞങ്ങൾക്കും മരണം ഖൈറാകുന്ന സമയത്ത് കലിമ ചൊല്ലി മരിക്കാനുള്ള സൗഭാഗ്യം നൽകണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഞങ്ങൾക്കും ഞങ്ങളോട് ബന്ധപ്പെട്ട പലർക്കും പലവിധ അസുഖങ്ങളും നീ സുഖപ്പെടുത്തണേ അല്ലാഹ്. നീ സുഖപ്പെടുത്തണേ അല്ലാഹ്. മാരകമായ രോഗങ്ങളെ തുടർന്ന് ഞങ്ങളും കാത്തു രക്ഷിക്കണേ അല്ലാഹ്. ഹജ്ജ് ഉംറ ഉദ്ദേശിക്കുന്നവർക്ക് റബ്ബേ അതിനുള്ള അവസരം കൊടുക്കണേ അല്ലാഹ്. ഈ കാര്യങ്ങളൊക്കെ എളുപ്പമാക്കി കൊടുക്കണേ അല്ലാഹ്. എല്ലാ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തിനും പൊറുക്കണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.